ഇപ്പോഴത്തെ ഒരു 8 വയസ്സുള്ള കുട്ടിക്ക് വരെ കിഡ്നി സ്റ്റോണ്, ഫിഷർ, പൈൽസ് പോലുള്ള മലദ്വാരത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഇതെല്ലാം കാണേണ്ടി വരുന്നു. ഹോമിയോപ്പതിയിൽ 3 പേർക്ക് ഒരേ മരുന്ന് ആവണമെന്നില്ല. കാരണം ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് മരുന്നുകൾ വ്യത്യാസപ്പെടും. അവർ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഡോക്ടറാണെങ്കിൽ പോലും ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ അലോപ്പതിയിലല്ലേ പോവുള്ളൂ, ഗുരുതരമായിട്ടുള്ള രോഗം ബാധിച്ചാൽ, കൈയൊടിഞ്ഞാൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അലോപ്പതിയിലല്ലേ പോവുള്ളൂ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതെ, ഹോമിയോപ്പതി എന്ന് പറഞ്ഞൊരു സ്യൂഡോ സയൻസ് പറയുന്നത് ശരിക്കും അതിന്റെ പിന്നിലെ ഒരു കാരണം എന്താണ്? സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇതിനകത്ത് നമ്മുടെ ഈ വേട്ടമൃഗങ്ങളെ അഴിച്ചുവിട്ട് കടിച്ചു കീറാൻ ഇറങ്ങുന്ന പോലുള്ള ഒരു സൈബർ അറ്റാക്കുകൾ മാത്രമായിട്ട് ഇത്തരം ഗ്രൂപ്പുകൾ മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ഹോമിയോപ്പതിയിലൊന്നും സ്റ്റിറോയിഡ് പോലുള്ള ചികിത്സകളില്ല. പക്ഷേ നമുക്ക് ഈ ആൻറ്റിബോഡികളെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ബിസ്ക്കറ്റുകൾ കഴിക്കുന്നത്, ആ ബിസ്ക്കറ്റിനകത്തുള്ള മധുരം കുട്ടികളുടെ തലച്ചോറിനകത്ത് കൊക്കൈൻ പോലുള്ള മയക്കുമരുന്നിൻ്റെ പോലുള്ള സ്റ്റിമുലേഷൻ നൽകുന്നുണ്ടെന്ന്. നമ്മൾ പലപ്പോഴും ആയിരിക്കും കുഞ്ഞല്ലേ, കുഞ്ഞിന് എന്ത് സ്ട്രെസ്. സ്വയം ഒരു 7 അല്ലെങ്കിൽ 8 വയസ്സിലെ പല്ലുകൾ വീണ് പോവേണ്ടതിന് പകരം ഡോക്ടർമാർ ഈ പാൽപ്പല്ലുകളെ എടുത്തു കൊടുക്കേണ്ടി വരുന്നു. അടുത്ത പല്ല് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ ജ്യൂസുകൾ വെച്ചിട്ടുണ്ട്, ഇത് കുടിച്ചാൽ മതി നിങ്ങൾ മെലിയോ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ വ്യാപകമായ പ്രൊമോഷൻ. ഡോക്ടർമാർ വരെ അതിൻ്റെ പുറകിലുണ്ട്. മനസ്സിലായോ? കാരണം കേരളം ഇതിൻ്റെയൊക്കെ വലിയൊരു മാർക്കറ്റാണ്. നമ്മൾ ഇവിടെ മൈഗ്രെയിൻ തലവേദനകൾ എന്ന് പറയുന്നത് 95% മൈഗ്രെയിൻ തലവേദന അല്ല. സാധാരണ വരുന്ന തലവേദന, നമ്മുടെ ജീവിതശൈലിയുടെ പ്രോബ്ലംസ് കൊണ്ടുവരുന്ന തലവേദനകളൊക്കെ നമ്മൾ മൈഗ്രെയിൻ തലവേദന എന്ന് പറയാറുണ്ട്. കുട്ടികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും ഈ ഫാസ്റ്റ് ഫുഡാണ്. കുട്ടികൾ വളരുന്ന ഒരു ഏജ് ആണ്. അപ്പം അവർ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അവരുടെ ശരീരത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക കുട്ടികളിലും? അത് വളരെ ആശങ്കാജനകമായിട്ടൊരു വിഷയമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു 8 വയസ്സുള്ള കുട്ടിക്ക് വരെ കിഡ്നി സ്റ്റോണ്, ഫിഷർ, പൈൽസ് പോലുള്ള മലദ്വാരത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഇതെല്ലാം കാണേണ്ടി വരുന്നു. ക്ലിനിക്കിൽ നമ്മൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്ക് തന്നെ ആസിഡിറ്റി പോലുള്ള പ്രോബ്ലംസ്. കൊച്ചുകുട്ടികൾ എന്തും കഴിക്കുന്ന കുട്ടികളാണ്, അവർക്ക് ആസിഡിറ്റി വിട്ടുമാറാതെ വരുന്നു. ഉറക്കത്തിന് പ്രോബ്ലം വരുന്ന അവസ്ഥ, ഇതെല്ലാം കൊച്ചുകുട്ടികളെ ബാധിക്കുന്ന അവരുടെ ഭക്ഷണ രീതി മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി, ഒരു 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടി സാധാരണ നന്നായിട്ട് ഓടിക്കളിക്കുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് കാൽഷ്യം വേണം, മറ്റ് വൈറ്റമിൻസ്, മിനറൽസ് വേണം, നിറയെ പ്രോട്ടീൻ വേണം, അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ് കുഴപ്പമില്ല, മധുരം കഴിച്ചിരുന്നാലും കുഴപ്പമില്ല, കാരണം ഓടിക്കളിക്കുന്നുണ്ട്. അതേപോലെ കുട്ടികൾ ഇപ്പോൾ പറമ്പിൽ നിന്ന് കിട്ടുന്ന മാങ്ങ ആയിക്കോട്ടെ, ചക്ക ആയിക്കോട്ടെ, പേരയ്ക്ക ആയിക്കോട്ടെ കഴിക്കുന്നു. ഇപ്പോൾ കുട്ടികൾ നല്ല കട്ടിയുള്ള മാമ്പഴമോ ചക്കപ്പഴമോ കടിച്ച് കഴിക്കുന്ന സമയത്ത് അവരുടെ പല്ലുകൾ വളരെ ശക്തിയായിട്ട് അവിടെ കംപ്രഷൻ വരും, അവിടെ മോണയൊക്കെ ഉറയ്ക്കാൻ സഹായിക്കും. ആടി നിൽക്കുന്ന പല്ലുകൾ വീണുപോയി, പാൽപ്പല്ലുകൾ വീണുപോയി, പുതിയ പല്ലുകൾ ഇറങ്ങി വരുന്നതിന് ഇത് 1-ാം തരം ട്രിഗറാണ്. മനസ്സിലായോ? പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ നോക്കി, കുട്ടികൾക്ക് ഇങ്ങനെ ഇതില്ല. കുട്ടികൾക്ക് മാങ്ങ കിട്ടുകയാണെങ്കിൽ ഒന്നുകിൽ പച്ചമാങ്ങ എന്ന് പറയുന്ന സംഭവം അവർ കേട്ടിട്ടില്ല. അവർക്ക് കിട്ടുന്നത് ഇപ്പം ഉപ്പിലിട്ട മാങ്ങ, നല്ല വിനാഗിരിയിലൊക്കെ ഇട്ട് പഴുത്തതുപോലെ ഇരിക്കുന്ന ഉപ്പ് പിടിച്ച മാങ്ങയായിരിക്കും മാക്സിമം കിട്ടുക. അതല്ലെങ്കിൽ പഴുപ്പിച്ച മാങ്ങ, അല്ലെങ്കിൽ മാങ്ങ പിക്കിൾ, അല്ലെങ്കിൽ മാങ്ങയുടെ ജ്യൂസുകൾ, ഷേക്കുകൾ, ഇത് മാത്രമാണ് കുട്ടികൾക്ക് അറിയാവുന്നത്, അല്ലേ? അതേപോലെ ബേക്കറിൽ നിന്നും കിട്ടുന്ന ഒരു കേക്ക് ആണെങ്കിൽ പോലും പണ്ട് ഹാർഡ് ഐസിങ് കേക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. ഇപ്പൊ എല്ലാം സോഫ്റ്റ് ഐസിങ്, നാവിൽ വെച്ചാൽ തന്നെ അലിഞ്ഞു പോകും, പല്ലുകൾക്ക് പണിയില്ലാതായി. ഓക്കെ, മാത്രമല്ല ഈ ഫുഡെല്ലാം പല്ലിൽ ഒട്ടിപ്പിടിക്കും. സോ രാത്രി പല്ല് തേക്കുന്ന കുട്ടികളില്ല, രാത്രി പല്ല് തേക്കാറില്ല. അത് കാരണം പല്ലുകൾ വളരെ പെട്ടെന്ന് ഇപ്പോഴത്തെ കുട്ടികളുടെ കേട് വരുന്നു. പല്ലുകൾക്ക് ഉറപ്പില്ല, മോണയ്ക്ക് ഉറപ്പില്ല. സ്വയം ഒരു 7 അല്ലെങ്കിൽ 8 വയസ്സിലെ പല്ലുകൾ വീണ് പോവേണ്ടതിന് പകരം ഡോക്ടർമാർ ഈ പാൽപ്പല്ലുകളെ എടുത്തു കൊടുക്കേണ്ടി വരുന്നു, അടുത്ത പല്ല് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ. ഇങ്ങനെയുള്ള അവസ്ഥ കുട്ടികൾക്കുണ്ട്. ഇത് പല്ലിൻ്റെ മാത്രം കാര്യം കേട്ടോ. അതേപോലെ പകല് സ്കൂളിൽ പോകുന്നു, അവിടെ കളിക്കാനുള്ളൊരു അവസരമില്ല. PT പീരീഡ് ഉണ്ടെങ്കിൽ ആ പീരീഡോടെ മാത്സ് ടീച്ചറോ ഇംഗ്ലീഷ് ടീച്ചറോ വന്ന് ക്ലാസ് എടുക്കും. കുട്ടികൾക്ക് അവിടുത്തെ വർക്ക് ലോഡ് ഭയങ്കരം. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ട്യൂഷൻ ഇല്ലെങ്കിൽ TV-യുടെ മുമ്പ്, ഇല്ലെങ്കിൽ അമ്മയുടെ മൊബൈൽ എടുത്തുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിലിരിക്കും. കളികളില്ല, മറ്റു കുട്ടികളായിട്ടുള്ള മിംഗ്ലിംഗ് ഇല്ല, കഴിക്കുന്ന ഫുഡിന് യൂട്ടിലൈസേഷൻ ഇല്ല. പണ്ട് കാലത്ത് കുട്ടികൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാക്സിമം കൊടുക്കുന്നത് കൊഴുക്കട്ട, ഇല്ലെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ വീട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോഴാണെങ്കിലോ വൈകുന്നേരം വരുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പാക്കറ്റ് ഡ്രിങ്കുകൾ മേടിച്ച് വയ്ക്കും, പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു വയ്ക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് വേറെ വിശപ്പില്ല, മറ്റു ഫുഡുകൾ കഴിക്കുന്നില്ല. ഞാൻ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ 90% നല്ല ഫുഡും 10% ജങ്ക് ഫുഡും ആണെങ്കിൽ പ്രോബ്ലം ഇല്ല. കുട്ടികൾ പക്ഷേ കഴിക്കുന്ന മുഴുവൻ ജങ്ക് ഫുഡുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളോ. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ ഒരു ടീച്ചർ പറഞ്ഞൊരു കാര്യമാണ്, 11 മണിക്ക് കുട്ടികൾ കഴിക്കുന്ന ബ്രഞ്ച്, അതായത് 11 മണിയുള്ള ഫുഡ് സ്ട്രിക്റ്റ് ആയിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കൊടുത്തു വിടണം. വല്ലപ്പോഴും ബേക്കറി സാധനം വല്ലപ്പോഴും, വേറെ രക്ഷയില്ല, കൊടുത്തു വിടണമെന്നായി. പക്ഷേ ഇപ്പോൾ സ്കൂൾ തുടങ്ങി ഒരു 6 മാസം ആയപ്പോഴത്തേക്കും ഇപ്പോൾ പല വീട്ടുകാരും പൂർണ്ണമായും 95% ബേക്കറി ഫുഡുകളാണ് കൊടുത്തുവിടുന്നത്. അത് പാക്കറ്റ് പോലും പൊട്ടിക്കാത്ത ചെറിയ കേക്കുകൾ, ബിസ്ക്കറ്റ് പാക്കുകളൊക്കെ മാതാപിതാക്കൾ കൊടുത്തുവിടുന്നു.
കുട്ടികളുടെ ഭാഗത്താണോ മാതാപിതാക്കളുടെ ഭാഗത്താണോ തെറ്റ്? ഇല്ലേ? കാരണം എളുപ്പം നോക്കിയിട്ട് ഇതൊന്നും ഉണ്ടാക്കാനുള്ള മെനുകേട്. ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ജൂണിൽ എല്ലാ മാതാപിതാക്കളും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് നല്ല ഫുഡ് മാക്സിമം നന്നായിട്ട് കൊടുക്കാൻ നോക്കും. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചൂട് പോകും. കാരണം അവർ പല പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കാൻ കുട്ടികൾ നിർബന്ധിതരാകും. ഈ പാക്കറ്റ് ഫുഡുകൾ ഉണ്ടാക്കുന്നത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാവുന്ന രീതിക്കാണ്. ക്രമേണ ഈ ഫുഡുകളോട് കുട്ടികൾ അങ്ങ് അഡിക്റ്റഡ് ആവും. സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളുടെ രുചി കുട്ടികൾക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം ഈ മുമ്പൊരിക്കൽ ഒരു പഠനം വന്നിട്ടുണ്ട്. ചില ഇനം ബിസ്ക്കറ്റുകൾ കഴിക്കുന്നത് ആ ബിസ്ക്കറ്റിനകത്തുള്ള മധുരം കുട്ടികളുടെ തലച്ചോറിനകത്ത് കൊക്കൈൻ പോലുള്ള മയക്കുമരുന്നിൻ്റെ പോലുള്ള സ്റ്റിമുലേഷൻ നൽകുന്നുണ്ടെന്ന്. അത്തരം ഒരു സ്റ്റിമുലേഷൻ ബിസ്ക്കറ്റിൽ നിന്നും മിഠായിൽ നിന്നും കിട്ടുന്ന കുട്ടികൾ സാധാരണ ഒരു ഫുഡ് കഴിക്കുമോ? ഇല്ല. നമ്മളാണെങ്കിൽ കഴിക്കുമോ? ഇല്ല. അതുതന്നെയാണ് ഇത്തരം ഫുഡുകൾ ആശ്രയിക്കുന്ന കുട്ടികൾക്ക് സംഭവിക്കുന്നത്. അവരുടെ ആരോഗ്യം മോശമാവും. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പണ്ട് കാലത്ത് 1, 2 വണ്ണോ ഉള്ള കുട്ടികൾ കാണും, മെലിഞ്ഞ കുട്ടികളാണ് കൂടുതൽ. ഇപ്പോൾ ഒരു 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ 25 കുട്ടികളും വണ്ണമുള്ളവരാ. മെലിഞ്ഞിരിക്കുന്ന കുട്ടികളെ കണ്ടാൽ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. ആ അവസ്ഥയാണ്. അത്രത്തോളം അമിതവണ്ണം കൊച്ചുകുട്ടികളെ ബാധിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഒരു 11-12 വയസ്സിൽ അവർക്ക് യൂറിക് ആസിഡ് പ്രശ്നം വരാം, കൊളസ്ട്രോൾ പ്രശ്നം വരാം, ഒരു 18 വയസ്സിൽ തന്നെ പ്രമേഹത്തിൻ്റെ ടെൻഡൻസിയിൽ പോയി എന്ന് വരാം. ഇങ്ങനെ നമ്മുടെ അടുത്ത ജനറേഷനെ കാത്തിരിക്കുന്ന ആശങ്കകൾ ഒരുപാടുണ്ട്. കുട്ടികളുടെ അമിതവണ്ണം പറയുമ്പോഴേ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം? അമിതവണ്ണം കുറയ്ക്കാനായിട്ട് വ്യായാമം മാത്രമാണോ അതിനൊരു പ്രതിവിധി? കുട്ടികളുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഊർജത്തിന്റെ അളവ് കുറച്ച് കുട്ടികളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഊർജം അതിനെ കത്തിച്ചളഞ്ഞ് കുട്ടികൾ മെലിയും. അത് തന്നെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ആദ്യം ചെയ്യേണ്ടത് കുട്ടികൾക്ക് എന്തെങ്കിലും ഹോർമോണൽ കംപ്ലയിൻസ് ഉണ്ടോ, തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടോ, അവർക്ക് ഗ്രോത്ത് ഹോർമോൺ കറക്റ്റ് ആണോ, പെൺകുട്ടികളാണെങ്കിൽ ഈസ്ട്രജൻ ഹോർമോൺസിൻ്റെ ഫേസ് കറക്റ്റ് ആണോ, ഇനി ഇൻസുലിൻ മെറ്റബോളിസം കറക്റ്റ് ആണോ, ഇത് നോക്ക്. ഈ മെറ്റബോളിസംസ് കറക്റ്റ് ആണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനൊരു അവസരം ഉണ്ടായി കൊടുത്താൽ, ആവശ്യമില്ലാതെ കുട്ടികൾക്ക് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്തിരുന്നാൽ തന്നെ കുട്ടികൾ വണ്ണം കുറയും. നമ്മൾ പലപ്പോഴും ആയിരിക്കും കുഞ്ഞല്ലേ, കുഞ്ഞിന് എന്ത് സ്ട്രെസ്, എന്ത് ടെൻഷൻ എന്ന് ചോദിക്കുന്ന മാതാപിതാക്കളുണ്ട്. ടീച്ചേഴ്സ് ചോദിക്കും കുട്ടികൾക്ക് പഠിച്ചാൽ പോരെ, എന്തിനാ ടെൻഷൻ എന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ മുതിർന്നവരെക്കാൾ ടെൻഷനുള്ള വിഭാഗമാണ് കുട്ടികൾ. അപ്പം മുതിർന്നവർക്ക് ഇത്രയും എഡ്യൂക്കേഷൻ ഉണ്ട്, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എന്നിട്ടും ജീവിത സാഹചര്യങ്ങൾ അവർക്ക് ടെൻഷൻ വരുന്നുണ്ട് അല്ലേ? കൊച്ചു കുട്ടികൾക്കുണ്ട് ഇതിനേക്കാൾ വലിയ പ്രോബ്ലം. കാരണം കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല, ഇതൊന്നും കാണുന്നില്ല. അവരുടെ മുമ്പിലേക്കാണ് വഴക്ക് പറയുന്ന അച്ഛനും അമ്മയും പിന്നെ സ്കൂളിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളും വരുന്നത്. അവർ ഇതിനെക്കാട്ടിയും പ്രോബ്ലം ആവും. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ട്. പലപ്പോഴും മധുരം അമിതമായിട്ട് കഴിക്കുന്നത് ടെൻഷൻ കാരണമാണ്. കൊച്ചുകുട്ടികൾക്ക് ഉറക്കക്കുറവുണ്ടാവും, കുട്ടികൾക്ക് ബോഡി പെയിൻ വിട്ടുമാറാതെ വന്നു എന്ന് വരാം, വേറെ പല രോഗങ്ങൾ അവർക്ക് ശരീരത്തിൽ വന്നു എന്ന് വരാം. ഇതെല്ലാം ഓവർ സ്ട്രെസ് കൊണ്ട് കുട്ടികൾക്കുണ്ടാകാം. കളിക്കാനൊരു അവസരം, വ്യായാമം ചെയ്യാനൊരു അവസരം ഉണ്ടെങ്കിൽ അവർക്ക് സ്ട്രെസ് നന്നായിട്ട് കുറയും. നമ്മൾ കുട്ടികൾക്ക് എന്താ പറയുക, ഒരു TV ശരിയായി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നു, വീഡിയോ ഗെയിം റെഡിയായി കൊടുക്കുന്നു. അതിനേക്കാൾ കുട്ടികൾക്ക് കളിക്കാനൊരു 4 കുട്ടികളെ റെഡിയായി കൊടുത്താൽ, ഫ്രണ്ട്സിനെ റെഡിയായി കൊടുത്താൽ അതാണ് ഏറ്റവും നല്ല കാര്യം. മനസ്സിലായി? കുട്ടികളായിട്ട് കാണുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്താൽ തന്നെ കുട്ടികളുടെ പ്രശ്നം ഒരുമാതിരി മാറും. രണ്ടാമത്തത്, മാതാപിതാക്കൾ ഈസി റൂട്ട് നോക്കരുത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് കുട്ടികൾക്ക് മികച്ച ഭക്ഷണമെന്നും പറഞ്ഞിട്ട് ഏറ്റവും വലിയ ഹോട്ടലിൽ നിന്ന് ഏറ്റവും വില കൂടിയ ഡിഷ് വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് നാം പറയും നമ്മൾ നമ്മുടെ കുട്ടികളെ ഏറ്റവും നന്നായിട്ടാണ് നോക്കുന്നത്. അല്ല, നമ്മൾ നമ്മുടെ എളുപ്പ വഴിയാണ് കുട്ടികളെ നോക്കുന്നത്. കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഭക്ഷണം ശീലിപ്പിക്കണം. നമുക്ക് ആ കുട്ടികളുടെ രുചികൾ ശീലിപ്പിക്കണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ കുട്ടികൾ ഫാസ്റ്റ് ഫുഡ് കഴിച്ച് ജീവിച്ച് അതിനങ്ങ് ശീലമാവും. മനസ്സിലായോ? ആ രീതി മാറ്റിയാൽ തന്നെ, നന്നായിട്ട് വ്യായാമം ചെയ്താൽ തന്നെ കുട്ടികൾ മെലിയും. നമ്മൾ കൂടുതലൊന്നും അതിനകത്ത് ആലോചിക്കുകയോ മരുന്നിനെ പറ്റി ആലോചിക്കുകയോ അല്ലെങ്കിൽ സപ്ലിമെന്റുകളുടെ പുറകെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോ കുട്ടികളുള്ളത്, മുതിർന്നവരിൽ എങ്ങനെയായിരിക്കും ഈ അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടി? മുതിർന്നവരിലും ബേസിക്കലി ഞാൻ ഈ പറഞ്ഞ രീതി തന്നെയാണ് വരിക. ഒന്ന്, ഹോർമോണൽ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നോക്കുക. രണ്ടാമത്തത്, അവരുടെ ശരീരത്തിലേക്ക് എത്തുന്ന കാലറി, ഊർജത്തിന്റെ അളവ് നിയന്ത്രിച്ചുകൊണ്ട് ശരീരത്തിൽ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കൊഴുപ്പുണ്ടല്ലോ അതിനെ കത്തിച്ച് കളയാനുള്ള മാർഗങ്ങൾ നോക്കുക. അവർ മെലിയും. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ഇപ്പോൾ പറയുന്ന പല ഡയറ്റ് പ്ലാനുകളും നോക്കി അറിയാം, കാലറി കുറവാണ്, ഉള്ളിലേക്ക് എത്തുന്ന ഊർജത്തിന്റെ അളവ് കുറവാണ്. ഒരു ഡയറ്റ് മാത്രം എടുത്തുകൊണ്ട് ആരെങ്കിലും മെലിയുമെന്ന് പറഞ്ഞാൽ മെലിയില്ല. ഉള്ളത് കത്തിച്ചിടാനുള്ള വ്യായാമം വേണം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, കേരളത്തിലെ പല ഭാഗത്തും ഈ കൂണ് പോലെ പല പല സെന്റേഴ്സ് ഉണ്ട്. അവിടെ പല പല ജ്യൂസുകൾ കലക്കി, ഞാൻ അതിൻ്റെ ഒന്നും പേര് പറയുന്നില്ല, ജ്യൂസുകൾ വെച്ചിട്ടുണ്ട്. ഇത് കുടിച്ചാൽ മതി നിങ്ങൾ മെലിയോ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ വ്യാപകമായ പ്രൊമോഷൻ. ഡോക്ടർമാർ വരെ അതിൻ്റെ പുറകിലുണ്ട്. മനസ്സിലായോ? കാരണം കേരളം ഇതിൻ്റെയൊക്കെ വലിയൊരു മാർക്കറ്റാണ്. മരുന്നുകളുടെ ആണെങ്കിലും ഇത്തരം പ്രോഡക്ട്സുകളുടെ, ഹെൽത്ത് പ്രോഡക്ട്സിൻ്റെ, സപ്ലിമെൻറ്റ് പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റാണ്. സോ ഇത്തരം സാധനം, കാരണം ജനങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്,
എന്നാൽ അവർക്ക് മെനക്കെടാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്തെങ്കിലും കുടിച്ച് ഇത് എന്തെങ്കിലും കുറയുമെങ്കിൽ നല്ലതെന്നുള്ള രീതി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ ആ ഒരു രീതി നോക്കിയുള്ള പ്രോബ്ലം എന്താ, ഇതുകൊണ്ട് മെലിയൊക്കെ ചെയ്യും, വെയിറ്റ് കുറയുകയും ചെയ്യും. പക്ഷെ എപ്പോഴാണ് അത് നിർത്തുന്നത്, അടുത്ത ഒരു മാസം കൊണ്ട് നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് വരും. എന്നാൽ നിങ്ങൾ ഗ്രാജുവലി എക്സസൈസും ഡയറ്റ് റെഗുലേഷനും കൃത്യമായിട്ടുള്ളൊരു ഭക്ഷണത്തിൻ്റെ ടൈമിങ്, ആ ഒരു രീതി. ഇപ്പോൾ പലരും വിചാരിക്കുന്നത് 3 നേരം ഫുഡ് കഴിച്ചാൽ പോരാ, 5 നേരം കഴിക്കണം. രാവിലെ 11 മണി, ഉച്ചയ്ക്ക്, വൈകുന്നേരം 7 മണി. ഇങ്ങനെ ഒരു 5 നേരം ഫുഡ് ചെറിയ അളവിൽ കഴിച്ച് വ്യായാമം 1 നേരം കൃത്യമായിട്ട് ചെയ്ത് കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഓരോ മാസവും നിങ്ങളുടെ ഭാരം 1 കിലോ 1.5 കിലോ വെച്ച് കുറയും. ഒറ്റയടിക്ക് 1 മാസം 6 കിലോ 7 കിലോ കുറയ്ക്കുന്ന ക്രാഷ് ഡയറ്റുകളുണ്ട്. ക്രാഷ് ഡയറ്റുകളുടെ പുറകെ പോകുന്ന ആരോട് വേണം ചോദിച്ചു നോക്കിയാൽ നിർത്തി 2 മാസത്തിനകത്ത് ഒരു പഴയ അവസ്ഥയാവും. ഓക്കെ, സ്ലോലി വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതനുസരിച്ച് അഡാപ്റ്റ് ആവും. നമ്മുടെ ഇപ്പോൾ പലർക്കും ശരീരത്തിൽ ഇപ്പം മസിൽ തൂങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ സ്കിന്ന് തൂങ്ങിപ്പോകുന്നു, ചിലർ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് മെലിയുന്ന സമയത്ത് മുഖത്തെല്ലാം പ്രായം തോന്നും. ഈ ഒരു അവസ്ഥ ഒന്നും വരത്തില്ല. അങ്ങനെ നമുക്ക് ഹെൽത്തി ലെവലിൽ മെലിയിച്ചു കൊണ്ടുവരാൻ പറ്റും. ഡോക്ടർ, ഇപ്പോൾ ശരിക്കും മെലിയിരിക്കുന്നതാണോ അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത്? അല്ല, ഓരോരുത്തരുടെ ശരീരപ്രകൃതിയുണ്ട്. അതായത് ഇപ്പോൾ അച്ഛനും അമ്മയും നല്ല ഹൈറ്റുള്ള ആൾക്കാരാണ്, അതിനനുസരിച്ച് അവർക്ക് വെയിറ്റും, കാരണം ബോൺ വെയിറ്റ് എന്നൊരു ഘടകമുണ്ട്, ആ ലെവലിൽ ഉയരത്തിനനുസരിച്ച് ശരീരഭാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല. എന്നാൽ അതിനേക്കാൾ നിങ്ങളുടെ ശരീരഭാരം കൂടുമ്പോഴാണ് നിങ്ങൾക്ക് അമിതവണ്ണം എന്ന് പറയുന്നത്. അമിതവണ്ണം എന്ന് പറയുന്നത് ആർക്കാണെങ്കിലും അത് അൺഹെൽത്തി തന്നെയാണ്. അൺഹെൽത്തി ആവുന്നതിന് കാരണം വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് ഈ വെയിറ്റിനെ ഓടിച്ചുകൊണ്ട് പോയി മനുഷ്യ ശരീരത്തിനെ റൺ ചെയ്യണ്ടേ, അതിന് സ്ട്രെയിൻ ഒരുപാട് കൂടുതലാണ്. നമ്മുടെ ഹൃദയം അത്രയും പവർ എടുത്ത് പമ്പ് ചെയ്യണം. നമ്മുടെ കൂടുതലുള്ള ഈ വോളിയമുള്ള ഭാഗത്തേക്ക് രക്തം എത്തിക്കണം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് വലിയ സ്ട്രെയിനാണ്. ഗ്രാജ്വലി നമുക്ക് BP കൂടുന്നത്. അതുകൊണ്ടാണ് അമിതവണ്ണമുള്ളവർക്ക് BP കൂടുന്നത്. അവരുടെ ഇൻസുലിൻ മെറ്റബോളിസം നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അത് കാരണം ഇൻസുലിൻ ഗ്രന്ഥിക്ക് ഫെയിലർ ഉണ്ടാവാം, ഡയബറ്റീസിലേക്ക് ചെന്നെത്തും. കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞുകൂടുന്ന കാരണം കരളിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, ഫാറ്റി ലിവർ രോഗമെത്തും. ഇത്രയും പ്രശ്നങ്ങൾ എത്തുന്നതുകൊണ്ട് തന്നെ വിസറൽ ഫാറ്റ്, കുടവയറെത്തും. വയറിൻ്റെ അകത്ത് പ്രഷർ ഒരുപാട് വരുന്നതുകൊണ്ട് ഇത് ആന്തരിക അവയവങ്ങൾക്ക് പ്രഷർ ഉണ്ടാക്കും, ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും. കുടലിനകത്ത് പ്രോബ്ലം, ഈ പ്രഷർ കാരണം പൈൽസ്, ഫിഷർ പോലുള്ള രോഗങ്ങളുണ്ടാവും, കിഡ്നി സ്റ്റോൺ പോലുള്ള പ്രശ്നം വരും. ഇങ്ങനെ അമിതവണ്ണം എന്ന് പറയുന്ന പ്രോബ്ലം തന്നെയാണ്. എപ്പോഴും നിങ്ങളുടെ ഉയരത്തിനനുസരിച്ചാണ് ഒരാളുടെ ശരീരഭാരം നോർമലാക്കി നിർത്തേണ്ടത്. ഇപ്പം നോർമലിൽ നിന്നും ഇപ്പോൾ നിങ്ങൾക്കൊരു 2% അല്ലെങ്കിൽ 3% കൂടുതൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 70 കിലോ ഭാരം ആവറേജ് ആകാം, അവിടെ നിന്നിപ്പോൾ ഒരു 73 ഉണ്ടെന്ന് വെച്ചോളൂ, ശരീരത്തിന് വലിയ പ്രോബ്ലം ഇല്ല. എന്നാൽ അവിടെ നിന്ന് 80 കിലോയിലേക്ക് എത്തിയാലോ, 80 കിലോ ശരീരത്തിന് താങ്ങണ്ടേ, മുട്ടുവേദന തുടങ്ങും, ഉപ്പൂറ്റി വേദന തുടങ്ങും, നടുവേദന തുടങ്ങും. മനസ്സിലായി? ഇങ്ങനെ ഓരോ അവയവങ്ങളായിട്ട് അസുഖം ബാധിക്കും. ഇപ്പോൾ ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞപ്പോൾ ഈ ഫാറ്റി ലിവറിന് ശരിക്കും ഹോമിയോയിൽ ഫലപ്രദമായ മെഡിസിൻസ് ഉണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ചികിത്സാ രീതി? ഹോമിയോപ്പതിയിൽ ആക്ച്വലി ഈ കരളിനകത്ത് അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ കത്തിച്ച് കളയാൻ പറ്റുന്ന മെഡിസിൻസ് ഉണ്ട്. മെഡിസിൻസ് മാത്രം കൊണ്ട് മാറുമെന്ന് വെച്ചാൽ ഇല്ല. ലോകത്തുള്ള ഏത് മരുന്നിലും ഫാറ്റി ലിവർ മാറുക എന്നുള്ളത് പോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഭക്ഷണശൈലിയും വ്യായാമം കൂടി ചിട്ടയായിട്ട് വേണം. കാരണം ഈ ഫാറ്റി ലിവർ ഉള്ള എല്ലാവർക്കും ലിവർ ഫങ്ഷൻസ് വ്യത്യാസം വരണമെന്നില്ല. എന്നാൽ നമ്മൾ ലിവറിൻ്റെ പ്രവർത്തന രീതി നോക്കുമ്പോൾ അതിൻ്റെ എൻസൈംസ് വ്യത്യാസം വരുമ്പോഴാണ് മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. അത് വളരെ പെട്ടെന്ന് ഹോമിയോ മെഡിസിൻസിൽ ഇപ്പോൾ SGOT, SGPT പോലുള്ള ലിവർ ഫങ്ഷൻസിൻ്റെ ഓൾട്ടറേഷൻസ് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അതോടൊപ്പം വ്യായാമം ചെയ്തു നോക്കി സിമ്പിളായിട്ട് ഫാറ്റി ലിവർ, ഇപ്പോൾ ഗ്രേഡ് 3 ഫാറ്റി ലിവറൊക്കെ നിൽക്കുന്നത് നമുക്കൊരു 3-4 മാസം കൊണ്ട് തിരിച്ച് നോർമലിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക് മുട്ട കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു സാധനം, ഇതെല്ലാം തെറ്റിദ്ധാരണയാണ്. കാരണം ഇപ്പോൾ ഒരുമാതിരി ആൾക്കാർ, കാരണം സോഷ്യൽ മീഡിയ കാണുന്ന എന്നെ പോലുള്ള ധാരാളം ഡോക്ടേഴ്സ് ഉള്ള മേഖലയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. ഇത് കാണുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം മുട്ട അത്ര അപകടകാരി അല്ല എന്നുള്ളത്. ഓക്കെ, കാരണം മുട്ടയ്ക്കകത്ത് കൊഴുപ്പുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പക്ഷേ അത് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ്, വലിയ അപകടകാരി അല്ല. അതുകൊണ്ട് അത്യാവശ്യം കഴിക്കാം. എന്നിരുന്നാൽ പോലും മുട്ടയ്ക്കകത്ത് ഊർജ്ജമുണ്ട്. ഒരു മുട്ടയ്ക്കകത്ത് ആവറേജ് 70 കാലറി ഉണ്ട്. നിങ്ങളൊരു 3 മുട്ട കഴിച്ചാൽ ഏകദേശം 210-220 കാലറി അടങ്ങിയിട്ടുണ്ട്. മുട്ട ഉണ്ടാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഓംലെറ്റ് ആക്കുകയാണെങ്കിൽ 1-2 ടീസ്പൂൺ എണ്ണ വേണ്ടി വരും. അപ്പോൾ അഡീഷണൽ ഒരു 80 കാലറി കൂടെ വരും. സോ ഓൾ ടുഗദർ ഒരു 300 കാലറി അടങ്ങിയിട്ടുള്ള ഒരു മുട്ട അല്ലെങ്കിൽ ഒരു 350 കാലറി മുട്ടയ്ക്ക് ഉണ്ടെങ്കിൽ അത് കഴിച്ച് വെറുതെ ഇരുന്നാൽ പോരാ, വ്യായാമം കൂടി ചെയ്യണം. ഇല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള മുട്ടയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വണ്ണം കൂടുന്നതിന് കാരണമാകും. ഓക്കെ, അതേപോലെ ഡോക്ടർ, ഇപ്പൊ കുടലിലുണ്ടാവുന്ന ഫംഗസ് നമ്മുടെ തലയിൽ താരനുണ്ടാവാൻ കാരണമാവുന്നുണ്ടോ? ആക്ച്വലി അത് ഒത്തിരി ഡിബേറ്റ് ഉള്ളൊരു വിഷയമാണ്. ചില ഡോക്ടേഴ്സ് പറയും
ഇതുകൊണ്ട് ഫംഗസ് ഉണ്ടാകുമെന്ന്, തലയിൽ പ്രോബ്ലം ഉണ്ടാകും. ചിലർ പറയും അങ്ങനെ വലിയ പ്രോബ്ലം ഇല്ല എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ചില പഠനങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് കുടലിൽ പ്രോബ്ലം ഉള്ളവർക്ക് ഫംഗസും തലയിലും ഇത് കാണുന്നുണ്ടെന്ന്. കാരണം എന്ന് പറയുന്നത് തലയിൽ വരുന്ന ഈ ഫംഗസുകൾ മാത്രമല്ല, ചില ബാക്ടീരിയകൾ ഇതെല്ലാം തലയോട്ടിയിൽ നമ്മൾ താരം എന്ന് വിളിക്കുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലമാണ് ഈ പ്രശ്നം അത്രയും ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ഭക്ഷണത്തിനകത്ത് കാലറി ഫുഡ് കൂടുതലെടുത്താൽ, മധുരം കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് മൂക്കുരു ഉണ്ടാക്കും. ശരീരത്തിൽ കൂടുതലായിട്ട് എണ്ണമയം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാകും. എണ്ണമയം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മലാസേസി എന്ന് വിളിക്കുന്ന ഒരിനം ഫംഗസുകൾ നമ്മുടെ തലയോട്ടിയിൽ വരും. അതോടൊപ്പം സ്റ്റാഫിലോകോക്കസ് ബാക്ടീരിയ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. മറ്റു ചില ഇനം ബാക്ടീരിയകൾ ഉണ്ടാക്കും. തലയിൽ നിന്നും ഇളകി വരുന്ന കോശങ്ങൾ ഈ തലയോട്ടിയിൽ പറ്റിപ്പിടിച്ചിരുന്ന് ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് വിളിക്കുന്ന താരൻ വരുന്നത്. അത് തലയിൽ മാത്രമല്ല, പുരികത്തിൽ വരാം. ചിലവരുടെ മുഖത്ത് നോക്കിയറിയാം, മുഖത്തിൻ്റെ ഈ രണ്ട് ഭാഗത്തും ചുവപ്പ് കളറിൽ ചെറുതായിട്ട് ഇരിക്കുന്നതാണ്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മധുരം കൂടുതൽ കഴിക്കുന്ന അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്ക് തലയിൽ വരുന്ന പോലെ തന്നെ വയറിനകത്തും ഈ നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ നശിച്ചിട്ട് ഈ നമുക്ക് ദോഷകരമായിട്ടുള്ള ഫംഗസുകളും ബാക്ടീരിയകളും വർദ്ധിക്കും. വയറിനകത്ത് ബേസിക്കലി ഒരു ബാക്ടീരിയ ഫ്ലോറ എന്ന് പറയുന്നത് നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഫംഗസും ചേർന്ന ഇവർ തമ്മിലുള്ള അനുപാതം എപ്പോൾ മാറുന്നോ ആ സമയത്ത് വയറിനകത്ത് കംപ്ലൈൻറ്റ് വരാം. വയറിൽ കംപ്ലൈൻറ്റ് വരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതേ കണ്ടീഷൻ കൊണ്ട് തന്നെ മൂക്കുരു ഉണ്ടാവും, എണ്ണമയം കൂടും, തലയിലും വരും. മനസ്സിലായോ? അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ഏതാണ്ട് സൈമൾട്ടേനിയസ് ആയിട്ടാണ് കാണുക. അങ്ങനെയാണ് പൊതുവെ കാണുന്ന പഠനങ്ങളിലും ആ ഒരു രീതി വന്നത്. അല്ലാതെ വയറിന് കംപ്ലൈൻറ്റ് വരുന്ന എല്ലാവർക്കും തലയിൽ താരൻ വരുമെന്നൊരു അർത്ഥമില്ല. അത് തെറ്റിദ്ധാരണയാണ്. പറയല്ലോ, വയറിലെ ആരോഗ്യം, നമ്മുടെ കുടലിന്റെ ആരോഗ്യം മൊത്തത്തിലുള്ള ആരോഗ്യത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. 100% ബാധിക്കുന്നുണ്ട്. അത് പണ്ട് മുതലേ ഇപ്പോൾ എല്ലാ വൈദ്യശാസ്ത്രത്തിലും വയറിൻ്റെ ആരോഗ്യത്തിന് അത് പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോൾ വയറ് പ്രശ്നമാണെങ്കിൽ ഒരു ദിവസം ശരിക്കും വയറ്റിൽ നിന്ന് പോയിട്ടില്ല, നേരെ പോയി ടോയ്ലറ്റിൽ പോകാൻ പറ്റിയിട്ടില്ല എങ്കിൽ, വയറിനകത്ത് ദഹനം ശരിയായിട്ട് നടക്കുന്നില്ലെങ്കിൽ ജോലിയെ ഉന്മേഷം കാണത്തില്ല, ഒരു കാര്യം ശ്രദ്ധയോടുകൂടി ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ചെറിയ കാര്യങ്ങൾക്ക് വരെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു എന്ന് വരാം, വിശപ്പ് ശരിയായിട്ട് വരത്തില്ല, പുളിച്ചതായിട്ടുള്ള ഏമ്പൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടായി എന്ന് വരാം. ഇനി ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരാൾക്ക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഫിഷർ, അവിടെ വീണ്ടും കീറലുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് എരിവൊരു സഞ്ചാരമായിരിക്കും. ആ ഭാഗത്ത് വേദന, നീറ്റൽ, ഇരുന്ന് വർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിന്ന് വരാം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വയറിൻ്റെ ഈ പ്രശ്നം ദൈനംദിന കാര്യങ്ങളെ ബാധിക്കുന്നുണ്ട്. അവിടെ കൊണ്ടും തീരുന്നില്ല. നമുക്ക് വയറിനകത്തുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ഉണ്ട്, കോടാനുകോടി ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയകൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വലിയൊരളവ് വരെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പം ഫാറ്റി ലിവർ രോഗം ചെറുക്കുന്നതിന്, നമ്മുടെ സ്കിന്നിൽ വരുന്ന ചൊറിച്ചിൽ, പിന്നെ തുമ്മൽ, ജലദോഷം പോലുള്ള പ്രശ്നങ്ങളെ ചെറുക്കുന്നതിന്, അലർജി രോഗം തടയുന്നതിന്, കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻസിനെ പ്രതിരോധിക്കുന്നതിനെല്ലാം കുടലിനകത്തുള്ള ബാക്ടീരിയകൾ വലിയ പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി മൂത്രത്തിൽ പഴുപ്പുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിന് പോലും ഇത് വലിയ പങ്ക് വയ്ക്കുന്നുണ്ട്. ഈവൻ ക്യാൻസറിന് വരെ, ചില ഇനം ക്യാൻസറുകളെ തടയുന്നതിന് വരെ കുടലിനകത്ത് ആരോഗ്യകരമായ ബാക്ടീരിയ ഉള്ളത് നല്ലതെന്ന് പഠനം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഈ ബാക്ടീരിയകൾക്ക് നല്ല ഫുഡുകൾ കൂടുതൽ കഴിക്കണമെന്ന് പറയുന്നത്. അതിന് പ്രധാനമായി 2 തരം ഭക്ഷണങ്ങളുണ്ട്. പ്രോബയോട്ടിക് ഭക്ഷണം എല്ലാവരും കേട്ടിട്ടുണ്ട് ഇപ്പോൾ, അല്ലേ? നമ്മുടെ തൈര്, മോര്, അതേപോലെ യോഗേർട്ട് പോലുള്ള ഭക്ഷണങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാലഡുകളും അതുപോലെ അച്ചാറുകൾ, പിക്കിൾസ്. കാരണം വീട്ടിലുണ്ടാക്കുന്നതെന്ന് എടുത്തു പറയാൻ കാരണം, നമ്മൾ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന പാക്കറ്റ് അച്ചാറുകൾക്കകത്ത് പ്രിസർവേറ്റീവ്സ് ഉണ്ട്, കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, അമിതമായിട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ടാകത്തില്ല. അത് അപകടകരമാണ്. എന്നാൽ വീട്ടിലുണ്ടാക്കുന്നത്, നമ്മളിപ്പം കടുക്, നല്ലെണ്ണ, ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഈ അച്ചാറുകൾക്കകത്ത് നിറയെ ഈ പറഞ്ഞ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ഉണ്ട്. തൈര് പോലെ തന്നെ വയറിന് നല്ലതാണ്. മനസ്സിലായോ? ഇതാണ് പ്രോബയോട്ടിക് ഭക്ഷണം. പ്രീബയോട്ടിക് ഭക്ഷണമുണ്ട്. അതായത് വയറിനകത്തുള്ള ഈ നല്ല ബാക്ടീരിയകൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, അതിനാണ് പ്രീബയോട്ടിക് ഭക്ഷണം. വേറെ നല്ല പച്ചക്കറികൾ, ഇലക്കറികൾ, പയറ്, കടല, പരിപ്പ്, ഇതിനകത്തെല്ലാം ഉള്ള ഫൈബേഴ്സ്, ഇതിനകത്തുള്ള ഹെൽത്തി ആയിട്ടുള്ള ഘടകമാണ്. ഇതിനൊന്നും വലിയ ചിലവില്ല, വേറെ വലിയ കാര്യങ്ങളൊന്നും റിസർച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ വീട്ടിൽ നമുക്ക് പരിസരത്ത് കിട്ടുന്ന ഇലക്കറികൾ, പച്ചക്കറികൾ കഴിച്ചാൽ മതി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുടലിനകത്തുള്ള ബാക്ടീരിയകൾ നല്ലതായിട്ട് ജീവിക്കും. എന്നാൽ ചിലവർക്ക് ഈ ഒരു ലെവൽ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരും. കാരണം ഇപ്പോഴത്തെ ആൻറ്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായിട്ടുള്ള ഉപയോഗം, ഞാൻ ആ വാക്കെടുത്ത് പറയുന്നു, അനാവശ്യമായിട്ടുള്ള ഉപയോഗം. ഇപ്പോൾ ചിലർക്ക് ഒരു ജലദോഷം വരുന്നു, ജലദോഷം ഉണ്ടാക്കുന്ന വൈറസാണ്, ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നാൽ സ്വന്തമായിട്ട് ഇപ്പോഴത്തെ ആൾക്കാർ എന്ത് ചെയ്യും? മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് എനിക്കൊരു കോഴ്സ് താടെ, മെഡിസിൻ താന്ന് പറയും, ഒരു കോഴ്സ് മരുന്ന് കഴിക്കും. ജലദോഷം, വൈറസ് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ പോകും. പക്ഷേ ഈ ആൻറ്റിബയോട്ടിക് വയറിനകത്ത് ചെല്ലുമ്പോൾ അതവിടെ ബോംബ് പോലെയാണ് വീഴുക.
അവിടെയുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയകൾ കംപ്ലീറ്റ് അങ്ങ് നശിച്ചു പോകും. നശിച്ചു പോകുമ്പോൾ ഇതിൻ്റെ പുറകെ അവർക്ക് അലർജിക് റിയാക്ഷൻ, ചൊറിച്ചിൽ, വയറിനകത്ത് അസ്വസ്ഥത, ദഹനക്കേട് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അതേപോലെ അവരുടെ പ്രതിരോധശേഷി, പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക് അനാവശ്യമായിട്ട് ചെല്ലുമ്പോൾ പ്രതിരോധശേഷി ഗണ്യമായിട്ടും കുറഞ്ഞു പോകും. ഇത് കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടിക്ക് അവിടെ നിന്ന് അടുത്ത വൈറസ് അങ്ങ് പിടിക്കും, അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന മനുഷ്യന് അവിടെ നിന്ന് അസുഖം പിടിക്കും, വീണ്ടും മരുന്ന് കഴിക്കേണ്ടി വരും. മനസ്സിലായി? അനാവശ്യമായിട്ട് മരുന്നെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. താരം കുറയ്ക്കാൻ ഇപ്പം നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്നു, ഷാമ്പു ഇടുന്നു, ദിവസവും കുളിക്കുന്നു, 2 നേരം കുളിക്കാൻ വരുന്ന കുളിക്കുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, താരം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ താരം മാറാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ തലയിൽ എല്ലാ മനുഷ്യനും ശരീരത്തിൽ സ്കിൻ ഇളകി വരുന്നുണ്ട്. ഒരു നിശ്ചിത ഒരു ദിവസം, 2-3 ദിവസം കൂടുമ്പോൾ ഒരു ലെയർ നമുക്ക് വളരെ നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല. തലയിലും ഇതേപോലെ ഇളകുന്നുണ്ട്. തലയിൽ ഇപ്പം പുരുഷന്മാർ സാധാരണ ഷേവ് ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ആയിരിക്കുന്നതിന് കാരണം അവിടുത്തെ പുറമെയുള്ള ലെയർ സ്കിൻ ഡെഡ് ടിഷ്യൂസ് അങ്ങ് പോകുന്നുണ്ട്. തലയിൽ മുടിയുണ്ട്, അവിടെ നമ്മൾ തേക്കുന്ന സാധനങ്ങളുണ്ട്, എണ്ണയൊക്കെ ഉണ്ട്. അത് കാരണം തലയൊട്ടിയിൽ ഈ ഇളകുന്ന സ്കിൻ അവിടെ പറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തലയിൽ തേക്കുന്ന എണ്ണ. ഇപ്പം ലോകത്ത് എവിടെയെങ്കിലും തലയിൽ എണ്ണ തേച്ച് കുളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ സൗത്ത് ഇന്ത്യയിൽ ഒഴികെ ആരും തേക്കാറില്ല അല്ലേ? നമ്മൾ എണ്ണ തേക്കുന്ന ഒരു സംസ്കാരമുണ്ട്. അത് നമുക്ക് ആവശ്യമാണോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ മുത്തശ്ശൻ തേച്ചിട്ടുണ്ട്, നമ്മുടെ അമ്മയും അച്ഛനും തേക്കുന്നു, നമ്മൾ തേക്കുന്നു. ഓക്കെ. എണ്ണയിൽ വളരുന്ന ചില ഇനം ഫംഗസുകളുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മലൈസേസി എന്നൊക്കെ വിളിക്കുന്ന ഫംഗസുകളുണ്ട്. ഇത് എണ്ണയിൽ വളരുന്നവയാണ്. ഇത്തരത്തിൽ എണ്ണയിൽ വളരുന്ന ബാക്ടീരിയകളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് തലയിൽ പറ്റിപ്പിടിച്ചിരുന്ന് അവിടെ ഇങ്ങനെ കട്ടി. ഇപ്പോൾ ഒരു തവണ ഇളകുന്ന സ്കിന്ന് പോകുന്നില്ല, അവിടെ ഇരിക്കുന്നു. അതിൻ്റെ അടിയിൽ ഇറങ്ങുന്ന അടുത്ത ലെയർ സ്കിന്ന് അവിടെ പോയി പറ്റിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഇത് കട്ടിയായിട്ട് സ്കിൻ അവിടെ വരും. അതിൻ്റെ അടിയിൽ ബാക്ടീരിയയും ഫംഗസും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ ഈ പറയുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാവും. സെബോറിക് ഡെർമറ്റൈറ്റിസ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഇത് റാപ്പിഡായിട്ട്, കാരണം നമുക്ക് ഈ അതിൻ്റെ ഒപ്പം നമ്മൾ അങ്ങനത്തെ ഫുഡ്, ഇപ്പം മധുരം കൂടുതൽ, എണ്ണ പലഹാരം കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എണ്ണമയം കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. ഈ സെബം എന്ന് പറയുന്ന ആ ഒരു ഓയിലി സ്കിന്ന്, ആ ഓയിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. അതിനകത്ത് ഇത് റാപ്പിഡാണ് കൂടാൻ തുടങ്ങും. അപ്പം നമ്മൾ പലപ്പോഴും വിചാരിക്കും കുളിക്കുമ്പോൾ കഴുകിയാൽ ഇത് പോകുന്നു. ഇല്ല, കുളിക്കുമ്പോൾ കഴുകിയാൽ നനഞ്ഞിരിക്കും. ഈ നനവിൽ വീണ്ടും ഫംഗസ് വളരും. കാരണം തലയോട്ടിയിൽ ഒരിക്കലും നനവ് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല. പിന്നെ വേർപ്പ് വരും. അതിൻ്റെ കൂടെ പുറത്ത് പോകുമ്പോൾ വരുന്ന പൊടി അടിഞ്ഞുകൂടി വരും. മനസ്സിലായോ? ആദ്യം ചെയ്യേണ്ടത് തലയോട്ടിയിൽ വരുന്ന പ്രോബ്ലം എന്താണ്? അത് വെറും അടിഞ്ഞുകൂടുന്ന പൊടിയാണോ? അതോ എന്തെങ്കിലും അസുഖത്തിൻ്റെ, ഇപ്പോൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണോ? എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ? സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസ് ആണോ? ഓക്കെ, എന്താണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡ് നോക്കാൻ. ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നത് എന്താ? തലയിൽ പ്രോബ്ലം, ഓക്കെ ഷാമ്പു തേച്ചാൽ മാറും. അതേ ഷാമ്പു തേക്കും, രക്ഷയില്ല. പിന്നെ ഏതെങ്കിലും ഡോക്ടർമാർ സുഹൃത്തുക്കൾക്ക് എഴുതി കൊടുത്ത ഈ ഡാൻഡ്രഫിൻ്റെ ഷാമ്പു വാങ്ങിച്ചിട്ടു, പലപ്പോഴും സ്റ്റിറോയിഡ് ഷാമ്പൂസ് ആയിരിക്കും. ഇട്ട് നോക്കും, ഇടുന്നതിൻ്റെ അന്ന് നല്ല ആശ്വാസം, 3-ാം ദിവസം ഡബിൾ സ്പീഡ് വരാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ കാണാം ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഫ്രണ്ടിലേക്ക് താരന് വേണ്ടിയുള്ള പല പല ഓയിൽസ്, റെമഡീസ് എല്ലാം വരാൻ തുടങ്ങും. പിന്നെ ഇതിൻ്റെ എല്ലാം പ്രയോഗം തുടങ്ങും. ഈ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ അലർജി, പിന്നെ നമ്മുടെ സ്കിന്നിലെ അസുഖം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുടി പതുക്കെ പൊഴിയാൻ തുടങ്ങും, മുടിയുടെ കട്ടി കുറയും, ചൊറിച്ചിൽ വല്ലാണ്ട് വരും. അപ്പോൾ ഈ പ്രശ്നം വല്ലാണ്ട് വർദ്ധിക്കും. ഇങ്ങനെ കുളമായിട്ടാണ് പലരും ഡോക്ടറെ പോയി കാണുന്നത്. ഡോക്ടർമാർ പലപ്പോഴും ഇത് നോക്കിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഏത് ടൈപ്പാണെന്ന് നോക്കിയിട്ട് ട്രീറ്റ് ചെയ്യണം. അതിൻ്റെ നേച്ചർ മാറ്റണം. അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ നമ്മൾ ഉപയോഗിക്കുന്ന സകല ചവറ് സാധനങ്ങൾ, എണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നിർത്തണം. തല പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നത്, നമ്മൾ എല്ലാ ദിവസവും ഷാമ്പൂ ഇട്ട് തേച്ച് കുളിക്കുക, അല്ലെങ്കിൽ സോപ്പ് ഇട്ട് തേച്ച് കുളിക്കേണ്ട കാര്യമില്ല. ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ ഇതെന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം നീറ്റായിട്ട് കഴുകി നമുക്ക് എയർ സർക്കുലേഷൻ തലയിൽ കിട്ടുന്ന രീതിക്ക് ചെയ്യാൻ നോക്കും. പലരും ചെയ്യുന്നത്, മുടി ഇപ്പോഴത്തെ ന്യൂജൻ പയ്യന്മാരെ കണ്ടില്ലേ, നിറയെ കാട് പോലെ ആയിരിക്കും മുടി ഇരിക്കുക. അതിൻ്റെ ഇടയിൽ വന്യജീവി ഉണ്ടോ എന്ന് വരെ നോക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പലപ്പോഴും അതിൻ്റെ ഇടയിൽ ഈ പൊടി ഈ പലതും ട്രാപ്പായിരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ പ്രോപ്പറായിട്ട് സ്കാൽപ്പ് ക്ലീൻ ചെയ്യുക, ഒരുപാട് നീളത്തിന് മുടി വാർത്തായിരിക്കുക, ഉള്ളു വർദ്ധിപ്പിക്കാതിരിക്കുക. ഈ ഒരു രീതിക്ക് ചെയ്താൽ തന്നെ കുറേ പ്രശ്നങ്ങൾ മാറും. പിന്നെയും താരനുണ്ടെങ്കിൽ അതിന് മരുന്ന് ഉപയോഗിക്കണം. ഹോമിയോപ്പതിയിൽ അതിന് വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. 1-2 മാസം കൊണ്ട് വലിയ തോതിലുള്ള പ്രോബ്ലംസിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പലപ്പോഴും തൈറോയ്ഡ് പ്രോബ്ലം ഒക്കെ ഉള്ളവർ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസുലിൻ മെറ്റബോളിസം പ്രോബ്ലം ഉള്ളവർക്ക് ഈ ഡെർമറ്റൈറ്റിസ് അതിൻ്റെ ആഡഡ് പ്രോബ്ലമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതാണ്. ഡോക്ടർ, അപ്പോൾ എണ്ണ തേച്ച് കുളിക്കണ്ട എന്നാണ് പറഞ്ഞത്? എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ നിങ്ങളൊരു 3 ദിവസം കുളിച്ചില്ല എന്ന് വെച്ചോ, കുളിച്ചില്ലെങ്കിൽ പോലും തലയ്ക്ക് ഇപ്പോൾ ഒരു എണ്ണമയം വരുന്നിട്ടുണ്ടോ? കാരണം നമ്മുടെ മുഖത്ത് വരുന്ന എണ്ണമയം പോലെ നമ്മുടെ തലയോട്ടിയിൽ എണ്ണമയം ഉണ്ട്. ഈ എണ്ണ തന്നെ ഈ അവിടെ ഉണ്ടാകുന്നത് ഹൈഗ്രോസ്കോപ്പിക്കാണ്. മുടിയുടെ അങ്ങ് അറ്റം വരെ അതങ്ങ് നറിഷ് ചെയ്ത് നിർത്തും.
അങ്ങനെയാണ് നമ്മളൊരു 3-4 ദിവസം കുളിച്ചില്ലെങ്കിൽ മുടിക്ക് എണ്ണമയം ഫീൽ ചെയ്യുന്നത്. നമ്മുടെ തലയോട്ടിക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, പുറമെ നിന്ന് എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചില രോഗങ്ങൾക്ക് ഇപ്പോൾ ആയുർവേദത്തിലൊക്കെ ഈ മരുന്നുകൾ മിക്സ് ചെയ്ത എണ്ണയുണ്ട്, അത് ആ ഡോക്ടർ പറയുന്ന കാലയളവ് വരെ ഉപയോഗിക്കാം, അത് നല്ലത് തന്നെയാണ്. അതല്ലാതെ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ പല പല കോമ്പിനേഷൻസ് കാച്ചി തേക്കുക, പച്ച വെളിച്ചെണ്ണ തേക്കുക, അതിൻ്റെ ഒന്നും ആവശ്യം ആക്ച്വലി ഇല്ല. എണ്ണ തേക്കാതിരിക്കുമ്പോൾ മുടി ഡ്രൈ ആവില്ലേ? മുടി ഡ്രൈ ആവുന്ന അതുകൊണ്ടല്ല, നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ മുടി ഡ്രൈ ആവും, നമുക്ക് ആവശ്യത്തിന് ന്യൂട്രീഷ്യൻസ് ഇല്ലെങ്കിൽ മുടി ഡ്രൈ ആവും, പിന്നെ തലയോട്ടിയിൽ ഈ പറയുന്ന സ്കാൽപ്പ് ഇഷ്യൂസ് കൊണ്ട് മുടി ഡ്രൈ ആവും, പ്രോട്ടീൻ ഘടകങ്ങളില്ലെങ്കിൽ ഡ്രൈ ആവും. ഇങ്ങനെയുള്ള പല ഘടകങ്ങളുകൊണ്ടാണ് മുടി ബേസിക്കലി ഡ്രൈ ആവുന്നത്. ചിലർക്ക് ചുരുണ്ട മുടി ഉള്ള ഒരു സ്വഭാവക്കാരായിരിക്കും, അവർക്ക് വളരെ പെട്ടെന്ന് ഡ്രൈ ആവുന്നതിനോ പൊട്ടിപ്പോകുന്നതിനോ കാരണമാവും. യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യത്തിന് പച്ചക്കറികൾ, ഇലക്കറികൾ, പ്രോട്ടീൻ ഘടകങ്ങളുടെ പ്രശ്നം, പ്രത്യേകിച്ച് മുട്ട പോലെ, മുട്ടയുടെ മഞ്ഞയ്ക്കകത്തെല്ലാം ലൂട്ടീനുണ്ട്. മുടി നല്ല കട്ടി, നല്ല ആരോഗ്യത്തിൽ വളരുന്നതിന്, നല്ല തിളക്കമുള്ള മുടിയായിട്ട് വളരുന്നതിന് ലൂട്ടീനൊക്കെ സഹായിക്കും. ഇതൊക്കെ കഴിച്ചാൽ തന്നെ പ്രത്യേകിച്ച് ഒരു പ്രോഡക്ട്സിന്റെ ആവശ്യമില്ല, മുടി നല്ല ഭംഗിയായിട്ട് വളരും. ഓക്കെ ഡോക്ടർ, ഇപ്പൊ ഈ സോറിയാസിന്റെ കാര്യം പറഞ്ഞു, ഇപ്പം ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് കേൾക്കുന്നുണ്ട് സോറിയാസിസ്. ചിലർക്ക് നേരത്തെ കുട്ടിക്കാലം മുതൽ ഉണ്ടാവാറുണ്ട്, ചിലർക്ക് വരാറുണ്ട്. എന്താണ് ശരിക്കും സോറിയാസിസ്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? അത് മാറുന്ന അസുഖമാണോ? സോറിയാസിസ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി ഒരു ജനിതക രോഗമാണ്. അതായത് നമ്മുടെ പാരമ്പര്യത്തിൽ എവിടെയെങ്കിലും ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ എല്ലാവർക്കും ഇത് വന്നുകൊള്ളണമെന്നില്ല. നമ്മുടെ ശരീരത്തിൽ അതൊരു ബേസിക്കലി ഒരു ഓട്ടോഇമ്യൂൺ രോഗമാണ്. ഈ അസുഖം വരാനുള്ള ഒരു അനുകൂല ഘടകം, ഒരു ട്രിഗർ ശരീരത്തിൽ വരുമ്പോൾ ചിലർക്ക് ഈ ഒരു ഏജ് കഴിയുമ്പോൾ ഇത് കണ്ടു തുടങ്ങിയെന്ന് വരാം. ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ കോശങ്ങളുടെ ധർമ്മം എന്താണ്? പുറത്തുനിന്ന് വരുന്ന രോഗാണുക്കളെ ആക്രമിക്കുക എന്നുള്ള. എന്നാൽ പുറത്തു നിന്നുള്ള വരുന്നതിനെ ആക്രമിക്കുന്നതിന് പകരം നമ്മുടെ ശരീരത്തിൽ തന്നെ ചില അവയവങ്ങളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോഇമ്യൂൺ രോഗങ്ങളെന്ന് പറയുക. നമ്മുടെ ആൻറ്റിബോഡി, പ്രതിരോധ കോശങ്ങൾ നമ്മുടെ സ്കിന്നിനെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ് സോറിയാസിസ്. സ്കിന്നിനെ ആക്രമിച്ച് കഴിയുമ്പോൾ സ്കിന്നിൻ്റെ പുറമെയുള്ള ഒരു ലെയറുണ്ട്, ആ ലെയർ ഭയങ്കരമായിട്ട് പെറ്റു പെരുകാൻ തുടങ്ങും. ഈ പെറ്റു പെരുകി കഴിയുന്നതാണ് അവിടെ ഇങ്ങനെ കട്ടിയായിട്ട് ശലക്കങ്ങൾ പോലെ തിളങ്ങുന്ന വെള്ളി പാടകൾ പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അതാണ് ഈ ഇളകി വരുന്ന ഒരവസ്ഥ. അത് ശരിക്കും നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഇപ്പോൾ സോറിയാസിസ് എന്ന് പറയുന്നത് സ്കിന്നിൽ മാത്രമായിട്ട് നിൽക്കുന്ന പ്രോബ്ലം അല്ല, അവർക്ക് അതിനോട് അസോസിയേറ്റ് ചെയ്ത് ജോയിൻറ്റ് പെയിൻ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോയിൻസിന് ഒരു മടക്കാനുള്ള ബുദ്ധിമുട്ട്, രാവിലെ കുറച്ചൊരു ഈ ചെറുപ്പക്കാരാണെങ്കിൽ പോലും മൂവ്മെൻറ്റ് ബുദ്ധിമുട്ടായിട്ട് കാണാം. ക്രമേണ അവർ നഖങ്ങൾക്ക് കേടുവരും. സോറിയാസിസ് വന്ന ശരീരത്തിൻ്റെ പല ഭാഗത്തും നല്ല പാടുകൾ വന്നു എന്ന് വരാം. അതിൻ്റെ കൂടെ ആർത്രൈറ്റിസ് കൂടി വരുന്ന, ഇപ്പോൾ സന്ധിവാദം പോലെ, ആമവാദം പോലുള്ള പല ലക്ഷണങ്ങളും, ജോയിൻസിന് തേയ്മാനം പോലെ, ജോയിൻറ്റ് പെർമനൻറ്റ് സ്റ്റിഫ്നെസ് പോലുള്ള അവസ്ഥകൾ കണ്ടുവന്ന് വരാം. ശരിയായിട്ട് നമ്മളിതിന് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 95% മാറ്റാൻ പറ്റും. ഈ 95% എന്ന വാക്കെടുത്ത് പറയാൻ കാരണം 5% ഈ ജനിതകമായ ടെൻഡൻസിയാണ്, ജനറ്റിക്കലി ഉള്ളതാണ്. ആ ടെൻഡൻസി അവിടെ കാണും. അവരിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മാറ്റിയെടുത്തിരുന്നാലും പാരമ്പര്യമായിട്ട് അടുത്ത ജനറേഷനിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ എവിടെയെങ്കിലും മോശമായാൽ അവർക്ക് ഓട്ടോഇമ്യൂൺ ഡിസീസ് ട്രിഗർ ആകാം. ഇപ്പോൾ നമ്മൾ ജലദോഷം അല്ലെങ്കിൽ തുമ്മൽ, ശ്വാസം മുട്ടൽ പോലുള്ള രോഗങ്ങൾ പറയില്ലേ, അത് ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റിബോഡികൾ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ, നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ മുകൾ ഭാഗത്തെ മ്യൂക്കസ്, മൂക്കിനകത്തുള്ള മ്യൂക്കസ് മെംബ്രെയിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തുമ്മൽ, ജലദോഷം പോലെ വരാം. നമ്മുടെ ലോവർ ഭാഗം ശ്വാസകോശത്തിലാണ് അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആസ്മ പോലുള്ള കണ്ടീഷൻസ് കണ്ടുവന്ന് വരാം. ചിലർക്കിത് വയറിനെ അഫക്റ്റ് ചെയ്തു എന്ന് വരാം, നമ്മുടെ സ്കിന്നിൽ അഫക്റ്റ് ചെയ്തു, എക്സിമ പോലുള്ള അവസ്ഥകൾ കണ്ടുവരും. ഇങ്ങനെ പലതരത്തിൽ ഓട്ടോഇമ്യൂൺ രോഗങ്ങൾ കാണുന്നുണ്ട്. ചിലർക്ക് വെള്ളപ്പാണ്ട് വരുന്നില്ലേ, വെള്ളപ്പാണ്ട് വരുന്നതും ഈ ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡീസ് നമ്മുടെ സ്കിന്നിലുള്ള ഈ നിറം പുറപ്പെടുവിക്കുന്ന മെലാനിൻ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ്. ചിലർക്ക് വട്ടത്തിന് മുടി പൊഴിയുന്ന കണ്ടിട്ടില്ലേ, അതും ഇതേപോലെ വരുന്ന ഒരു ഓട്ടോഇമ്യൂൺ രോഗങ്ങൾ. അതിപ്പോൾ വളരെ കോമൺ ആണ്. അതേപോലെ ഒരു വിഭാഗമാണ് സോറിയാസിസ്. ചികിത്സിച്ച് ഭേദമാക്കാം, 95% മാറ്റാൻ പറ്റും. ഇപ്പൊ അലർജിക്ക് ഹോമിയോയിൽ നല്ല ചികിത്സ, ഞാൻ ഈ പറഞ്ഞതെല്ലാം അലർജി രോഗങ്ങളാണ്. ആന്റിബോഡികളെ നിയന്ത്രിച്ച് നിർത്താൻ ഹോമിയോപ്പതിയിൽ സാധിക്കും. ഇപ്പം അലോപ്പതിയിൽ മെഡിക്കേഷൻസ് ഉണ്ട്, പക്ഷെ അവർക്ക് നിശ്ചിത മണിക്കൂറുകൾക്കേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഡെയിലി അലർജിയുടെ ഓരോ ഗുളിക കഴിച്ചുകൊണ്ടേയിരിക്കണം. കഴിക്കുന്ന കാലം കുഴപ്പമില്ല, പിന്നെ അതിൽ കൺട്രോൾ ആയില്ലെങ്കിൽ ഡോസ് ഒരു അല്പം വർദ്ധിപ്പിച്ചാൽ മതി. സ്റ്റിറോയിഡ് ഇൻഹേലറുകൾ, സ്റ്റിറോയിഡ് മരുന്നുകൾ ഇതിനെ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന മരുന്നുകളാണ്. നമുക്ക് ഈ ഹോമിയോപ്പതിയിലൊന്നും സ്റ്റിറോയിഡ് പോലുള്ള ചികിത്സകളില്ല, പക്ഷേ നമുക്ക് ഈ ആൻറ്റിബോഡികളെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ശരീരത്തിലുണ്ടാകുന്ന ഈ ട്രിഗറുകൾ കുറഞ്ഞ് നമുക്ക് അതോടൊപ്പം ഭക്ഷണ നിയന്ത്രണവും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൂടെ വേണം. അതായത് ജീവിത രീതി ഒട്ടും ശരിയല്ല, ഉറക്കമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് പൂർണ്ണമായി ഇത് ചികിത്സിച്ച് മാറ്റണമെന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു മരുന്നിന് സാധിക്കില്ല. മനസ്സിലായി? പക്ഷേ ഇതെല്ലാം ഒന്ന് മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വരില്ല, അലർജി പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും.
അതേപോലെ മൈഗ്രെയിനും അതേ അവസ്ഥയാണല്ലോ. മൈഗ്രെയിൻ നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റുമോ? മൈഗ്രെയിൻ മാറ്റിയെടുക്കാൻ പറ്റും. മൈഗ്രെയിന് അത് അലർജി ഒന്നും അല്ല. മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ വരുന്ന ചില അബ്നോർമൽ സ്റ്റിമുലേഷനിൽ സംഭവിക്കുന്നതാണ്. അത് ഹോമിയോപ്പതി വളരെ ഫലപ്രദമാണ്. ഞാൻ ഒരുപാട് കേസുകളെ കണ്ടിട്ടുണ്ട്. പൂർണ്ണമായിട്ടും എങ്ങനെ ഇപ്പം മൈഗ്രെയിൻ പറഞ്ഞാൽ ഒരുപാട് തലവേദനകൾ തന്നെ വ്യത്യസ്തമാണ്. ചില തലവേദനകൾ അത് മൈഗ്രെയിൻ ആണ് എന്ന് വിശ്വസിക്കുന്നു. മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഇപ്പം ചിലർ പറയും 24 മണിക്കൂർ നേരത്തോട് നേരമുള്ള തലവേദനകൾ. ശരിക്കും എന്താണ് ഈ മൈഗ്രെയിൻ തലവേദനകളുടെ? മൈഗ്രെയിൻ തലവേദന എന്ന് പറയുന്നത് നമുക്ക് 2 മണിക്കൂർ തുടങ്ങി 3 ദിവസം വരെ കണ്ടിന്യൂസ് നിൽക്കുന്ന ടൈപ്പ് തലവേദനകളാണ്. പക്ഷേ നമ്മൾ ഇവിടെ മൈഗ്രെയിൻ തലവേദനകൾ എന്ന് പറയുന്നത് 95% മൈഗ്രെയിൻ തലവേദന അല്ല. സാധാരണ വരുന്ന തലവേദന, നമ്മുടെ ജീവിതശൈലിയുടെ പ്രോബ്ലംസ് കൊണ്ട് വരുന്ന തലവേദനകളൊക്കെ നമ്മൾ മൈഗ്രെയിൻ തലവേദന എന്ന് പറയാറുണ്ട്. മൈഗ്രെയിൻ തലവേദന എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് പറയുന്നത് അതിനുപയോഗിക്കുന്ന തരത്തിലുള്ള പെയിൻ കില്ലറുകളാണ്, മെഡിസിൻസ് ഉണ്ട്. ഈ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള തലവേദന, ഞാനീ പറയുന്ന അലോപ്പതി ചികിത്സയുടെ കാര്യം, ഏത് തരത്തിലുള്ള തലവേദനകളും കുറഞ്ഞു നിൽക്കും. അപ്പോൾ ഈ ഗുളിക കണ്ടിന്യൂസ് കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന ജനങ്ങളും വിചാരിക്കും ഓക്കെ ഇത് മൈഗ്രെയിൻ ആണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതശൈലി പ്രശ്നം, ഇപ്പോൾ കണ്ടിന്യൂസ് കുനിഞ്ഞിരുന്ന് പഠിക്കുന്ന ആൾക്കാർ, കുനിഞ്ഞിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കഴുത്തിൻ്റെ പുറകിൽ മസിൽസ് വലിഞ്ഞു മുറുകി കഴിഞ്ഞാൽ തലവേദന വരാം. ഇത്തരം തലവേദനകൾ തലയുടെ ബാക്കിൽ നിന്ന് മുന്നിലേക്ക് കണ്ണിൻ്റെ അവിടെ വരെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന, ഇങ്ങനെ വലിച്ചു പിടിക്കുന്ന പോലുള്ള പെയിൻസ് ഒക്കെ ആയിട്ട് യൂണിലാറ്ററലായിട്ട് കണ്ടുവന്നവരാം, അല്ലെങ്കിൽ 2 സൈഡിലും കണ്ടുവന്നവരാം. ചിലർക്ക് പൾസ് അടിക്കുന്ന പോലെ തലയിൽ ഒരു കൂടം കൊണ്ട് അടിക്കുന്ന പോലുള്ള ഹെഡേക്ക്, നമുക്ക് കണ്ണടച്ചു പിടിക്കണം എന്നുള്ള ടൈപ്പ് ഹെഡേക്സ് കണ്ടുവന്നവരാം. ചിലർക്ക് കണ്ണ് പുറത്തേക്ക് പ്രഷറൈസ് ചെയ്യുന്ന പോലുള്ള തലവേദനകൾ കണ്ടുവന്നവരാം. ചിലർക്ക് തലവേദനയോടൊപ്പം ഇങ്ങനെ ഛർദ്ദിക്കാൻ, ഓർക്കാനും കണ്ടുവന്നവരാം. അതാണ് പലരും സാധാരണ തലവേദനയും മൈഗ്രെയിൻ ആണെന്ന് സംശയിക്കുന്നത്. ഓക്കെ, ഓർക്കാനോ ഛർദ്ദിലും വരുന്നുണ്ട്, അപ്പോൾ ഇത് മൈഗ്രെയിൻ. അതെ അതെ അതെ. യഥാർത്ഥത്തിൽ മൈഗ്രെയിനും ഇതേപോലുള്ള ലക്ഷണം കാണിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളതിനും ചില ടൈപ്പ് തലവേദന, ടെൻഷൻ ഹെഡേക്കിനെല്ലാം ഇതേ ലക്ഷണം കാണിക്കും. ക്ലാസിക്കൽ മൈഗ്രെയിൻ്റെ ഫീച്ചർ എപ്പോഴും അതൊരു യൂണിലാറ്ററൽ ആയിരിക്കും. ഏതെങ്കിലും ഒരു സൈഡ്, കണ്ണിൻ്റെ ഒരു സൈഡ് അല്ലെങ്കിൽ മറ്റേ സൈഡായിരിക്കും. മൈഗ്രെയിൻ വരുന്നവർക്ക് ഇത് ദേ വരുന്നു എന്നുള്ള പ്രൊഡ്രോമൽ സിംറ്റംസ് കാണിക്കും. അത് ഒരുപക്ഷെ കാണുന്ന കാഴ്ചയ്ക്കകത്ത് നമുക്ക് ലൈറ്റിലേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു വലയം പോലെ, ഒരു തിളക്കം പോലെ കണ്ടുവന്ന് വരാം. പല കളേഴ്സിൽ കണ്ടുവന്ന് വരാം. ഇങ്ങനെ പല നമുക്ക് ചെറിയ, ചിലപ്പോൾ മുഴുവൻ പിങ്ക് പോലെയോ ചുവപ്പ് പോലെയോ ചെറിയ, അതൊക്കെ വളരെ ക്ലാസിക്കലായിട്ടുള്ള പ്രസൻറ്റേഷൻസ്, അങ്ങനെ നിറവ്യത്യാസം കണ്ടുവന്ന് വരാം. ചിലർക്ക് ചിലതരം മണം തട്ടുന്ന സമയത്ത്, ഇപ്പം മണ്ണെണ്ണയുടെ സ്മെല്ല്, പെട്രോളിൻ്റെ സ്മെല്ല്, ചില ഫുഡുകളുടെ സ്മെല്ല്, ഇതെല്ലാം ട്രിഗർ കണ്ടുവന്ന് വരാം. അപ്പോൾ ഇതറിയാം, ഇതേപോലുള്ള ചേഞ്ചസ് അവർ കാണാം. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ എനിക്കിതാ ഇനി ഒരു മണിക്കൂറിനകത്ത് പണി കിട്ടും, തലവേദന വരുന്നു എന്ന് അറിയാൻ പറ്റും. പ്രൊഡ്രോമൽ സിംറ്റംസ് തുടങ്ങും. ഇങ്ങനെ ഈ തലവേദനയുടെ പ്രസൻറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രാജ്വലി ഒരു 1-2 മണിക്കൂറിനകത്ത് ശക്തമായ തലവേദന ആയിരിക്കും വരിക. യൂഷ്വലി ഒരു സൈഡായിരിക്കും. ആ സൈഡ് തലവേദന തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒന്നും കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു സൈഡ് മങ്ങലായിരിക്കാം, കാഴ്ച മങ്ങുന്ന പോലെ ഫീൽ ചെയ്യും. ഇവർ ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടിക്കും. ഇവർക്ക് ആരും സംസാരിക്കുന്നതിന് ഭയങ്കര ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യും. ഇവർ എന്നെ ഒന്നും ശല്യം ചെയ്യരുതെന്നും പറഞ്ഞിട്ട് മാറി എവിടെയെങ്കിലും പോയിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പം ഓഫീസിലാണെങ്കിൽ അവർ അതിനുശേഷം ലീവ് എടുത്ത് കാറ് പോലും ഉപയോഗിക്കാതെ വേറെ വണ്ടി എടുത്ത് വീട്ടിൽ പോയി അടച്ചിരിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ അതൊരു 3 മണിക്കൂർ മാറും. പലർക്കും ഈ ബ്രെയിനിൻ്റെ ഇറിറ്റേഷൻ ആയതുകൊണ്ട് തന്നെ വോമിറ്റിംഗ് വരും. വയറിനകത്തുള്ള അവസാന തരി ഭക്ഷണം വരെ വോമിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് പിന്നെ തളർന്നൊന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോൾ ഇത് മാറും. അത്തരം ടെൻഡൻസിയാണ് ടിപ്പിക്കൽ ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. എന്നാൽ ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് മാനസിക ടെൻഷൻ കൊണ്ടോ ഇല്ലെങ്കിൽ മസിലിനും നാഡികൾക്കും ടെൻഷൻ കൊണ്ടോ, അതായത് മാനസിക ടെൻഷൻ തന്നെ വേണമെന്നില്ല, മസിൽസ് വലിഞ്ഞു മുറുകിയിരുന്നാൽ ഈ ഹെഡേക്ക് വരാം. അത് കണ്ണ് പുറത്തേക്ക് പ്രഷറൈസ് ചെയ്യുന്ന പോലുള്ള സിംറ്റംസ് കണ്ടുവന്ന് വരാം, ഓർക്കാനം കണ്ടുവന്ന് വരാം. കുറച്ച് സമയം റെസ്റ്റ് ചെയ്താൽ ഇത് മാറിയെന്നും വരാറുണ്ട്. ഏത് തരം തലവേദനയാണെങ്കിലും ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഡോക്ടർ, ഇപ്പൊ ഈ ഹോമിയോപ്പതി ചികിത്സ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഒരുപാട് മിത്തുകൾ അതിലൊരു പ്രധാന സാധനം എന്ന് വെച്ചാൽ ഈ ഹോമിയോ മരുന്ന് ചികിത്സിച്ച്, അതായത് ഒന്ന് പിടിച്ചു കിട്ടാൻ കുറച്ച് പാടാണ് എന്ന് പറയും ശരീരത്തിൽ. അത് ശരിയാണോ? ഹോമിയോ കുറച്ച് ആക്ച്വലി അത് ശരിയല്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ഹോമിയോ മെഡിസിൻ ഇപ്പം അഞ്ജുവിന് പനിയായിട്ട് വരുന്നു, അഞ്ജുവിൻ്റെ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ പനിയായിട്ട് വരുന്നു, തൊട്ടടുത്ത വീട്ടിലുള്ള ആര് ഇതേപോലുള്ള ലക്ഷണമായിട്ട് വരുന്നു, അല്ല പനി അല്ലെങ്കിൽ വേറെ രോഗമായിട്ട് വരുന്നു. ഹോമിയോപ്പതിയിൽ 3 പേർക്ക് ഒരേ മരുന്ന് ആവണമെന്നില്ല. കാരണം ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് മരുന്നുകൾ വ്യത്യാസപ്പെടും. ഇപ്പം അഞ്ജുവിന് പനിയുണ്ട്, പനിയോടൊപ്പം ഓർക്കാനും ഉണ്ട്. അഞ്ജുവിൻ്റെ സഹോദരന് ഓർക്കാനും ഇല്ല, പക്ഷെ പനിയോടൊപ്പം ഭയങ്കര കുളിരുണ്ട്. അഞ്ജുവിൻ്റെ അടുത്ത വീട്ടിലുള്ള ആളിനെ പനിയായിട്ട് എടുത്തുകൊണ്ടാണ് വന്നത്. കാരണം അത്രയും ക്ഷീണമാണ്, പക്ഷെ അവർക്ക് കുളിരില്ല. മനസ്സിലായോ? വേറൊരാൾക്ക് പനിയോടൊപ്പം വയറുവേദനയും വയറിളക്കമായിരിക്കും കാണുക. ഇങ്ങനെ ഓരോരുത്തരുടെയും ശരീര ലക്ഷണം വ്യത്യാസമായിരിക്കും. അലോപ്പതിയിൽ ഏതെടുത്താലും പാരസെറ്റമോൾ, ഹോമിയോപ്പതിയിൽ അങ്ങനെയല്ല. മരുന്നുകൾ ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ച് മാറും.
ഒരുപക്ഷെ ഡോക്ടർമാർക്ക് പലപ്പോഴും മരുന്ന് സെലക്ട് ചെയ്യുന്നതിൽ പാകപ്പഴ വരാം. ശരിയായിട്ട് നോക്കാതെ ആ ലക്ഷണങ്ങൾ മനസ്സിലാക്കാതെ മരുന്ന് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യണമെന്നില്ല, പ്രവർത്തിക്കണമെന്നില്ല. അതാണ് പലപ്പോഴും അക്യൂട്ട് കേസുകൾ ഹോമിയോ കഴിച്ചാൽ മാറിയില്ലടേ എന്ന് പറയുന്നത്. മരുന്ന് സെലക്ട് ചെയ്യുന്നതിൽ വരുന്ന പ്രോബ്ലം ഒരു പ്രധാന ഘടകമാണ്. കൃത്യമായിട്ട് മെഡിസിൻ ആണെങ്കിൽ കഴിച്ച് ഇപ്പോൾ ഒരു ഛർദിലായിട്ട് വരുന്നു, പിടിച്ചു വരാൻ താമസമാണെന്നുണ്ടെങ്കിൽ ഛർദ്ദിച്ച് ഒടുവിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് മരുന്ന് പിടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് പ്രസക്തി ഇല്ലല്ലോ. മനസ്സിലായോ? ഒരു തീരെ ഇപ്പോൾ ജനിച്ച് ഒരു ആഴ്ചയായ കുട്ടികൾക്ക് പോലും ഹോമിയോ മെഡിസിൻ കൊടുത്താൽ ഇമ്മീഡിയറ്റ്ലി അസുഖം നിൽക്കാറുണ്ട്. വയറിളക്കമായിക്കോട്ടെ, ഛർദിലായിക്കോട്ടെ, മെഡിസിൻ കൊടുത്ത് ഒരു 2 മിനിറ്റിനകത്ത് തന്നെ അവരിൽ ചേഞ്ചസ് കണ്ടുപിടങ്ങും. വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് കണ്ടുപിടങ്ങാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ പതിയെ വർക്ക് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഹോമിയോ ഇപ്പം നമ്മൾ പനിച്ചു വരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് അടിയന്തരമായ ഒരു ചികിത്സ വേണ്ട സാഹചര്യങ്ങളിൽ ഹോമിയോപ്പതിയിൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് എമർജൻസി മെഡിസിൻ എന്ന വിഭാഗം കൂടുതലും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അലോപ്പതി മേഖലയിലാണ്. ഇപ്പൊ പലരും ഹോമിയോപ്പതി മെഡിസിൻ എടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ഇതിന്റെ വിമർശകരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു എത്തിസ്റ്റുകളുടെ ഒരു വിഭാഗം. അവർ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഡോക്ടർ ആണെങ്കിൽ പോലും ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അലോപ്പതിയിലല്ലേ പോവുള്ളൂ, ഗുരുതരമായിട്ടുള്ള രോഗം ബാധിച്ചാൽ, കൈയൊടിഞ്ഞാൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അലോപ്പതിയിലല്ലേ പോവുള്ളൂ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതെ, കാരണം എമർജൻസി മെഡിസിൻ വിഭാഗം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അലോപ്പതിയിലാണ്. പക്ഷെ അവർക്ക് പറ്റാത്ത പലതും, ഇപ്പൊ താൽക്കാലിക ശാന്തി എന്ന് പറയുന്ന അലർജി രോഗം ഹോമിയോപ്പതിയിലാണ് നല്ല ട്രീറ്റ്മെന്റ് ഉള്ളത്. മനസ്സിലായി? ഓരോ വിഭാഗത്തിലും അതിൻ്റെതായിട്ടുള്ള എഫക്റ്റീവ്നെസ്, അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. മനസ്സിലായി? അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കൊരു എമർജൻസി മാനേജ്മെന്റ് വരുന്ന സാഹചര്യം, ഇപ്പോൾ ഒരാൾക്ക് സഡനായിട്ട് ബ്ലഡ് ലോസ് വന്നു, ശരീരത്തിൽ ഒരു കത്തിക്കുത്തേറ്റു, രക്തം ഒരുപാട് പോയി, ഇമ്മീഡിയറ്റ്ലി രക്തം കൊടുക്കേണ്ടി വരും. അതിന് ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അലോപ്പതി തന്നെ പോകേണ്ട ഒരു സാഹചര്യം വരാം. ഇങ്ങനെ എമർജൻസി മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അലോപ്പതി ആയതുകൊണ്ടാണ് കൂടുതലും അതിലേക്ക് അത് നിൽക്കുന്നത്. എന്നാൽ പോലും ക്രോണിക് ഡിസീസസ്, ഈ പറഞ്ഞ പോലുള്ള മറ്റു രോഗങ്ങൾ, ഇതെല്ലാം ഹോമിയോപ്പതി വളരെ ഫലപ്രദമാണ്. അതേപോലെ ഡോക്ടർ, ഇപ്പൊ ഈ ഹോമിയോ മരുന്നുകളിലെ ഇപ്പൊ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാര്യം പഞ്ചസാര മിഠായിയാണ്. അതെ അതെ, ശരിക്കും അത് മാത്രമേ ഉള്ളൂ ഹോമിയോ? അല്ല, അത് പഞ്ചസാര മിഠായി എന്ന് പറയുന്നത് ആക്ച്വലി മരുന്നല്ല. അത് ഈ ഒരു പഞ്ചസാര തരിയിൽ നിന്നാണ് ഒരു ഗുളിക ഉണ്ടാക്കുന്നത്. അത് കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പോലും മനുഷ്യർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിക്ക് അതിനെ പ്രോസസ്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു വെഹിക്കിളാണ്, ഒരു മീഡിയം മാത്രമാണ്. ഇപ്പം നിങ്ങൾ കഴിക്കുന്ന പാരസെറ്റമോൾ നാവിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കഴിക്കും ഇല്ലേ? അതിനകത്തുള്ള മരുന്നല്ല കഴിക്കുന്നത്, അതിനകത്തുള്ള ചോക്കൊക്കെയാണ്, അതായത് അതിനകത്ത് ഉപയോഗിക്കുന്ന ക്ലേ ഒക്കെയാണ് നമുക്കത് കഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ക്യാപ്സ്യൂൾ, ആന്റിബയോട്ടിക് ക്യാപ്സ്യൂൾ ഫോമിൽ വരുമ്പോൾ ക്യാപ്സ്യൂൾ അല്ല, അതിനകത്തുള്ള പൊടിയല്ലേ മരുന്ന് എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് ഒരു മരുന്നിനെ ഒരാളുടെ ശരീരത്തിനകത്തേക്ക് എത്തിക്കാനുള്ള ഒരു മീഡിയം, ഒരു വെഹിക്കിൾ മാത്രമാണ് ഈ പഞ്ചസാര ഗുളിക. അതിനകത്തേക്ക് മിക്സ് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്, അത് വേറെയാണ്. ശരിക്കും അതിന്റെ കണ്ടന്റ് എന്താണ്? കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഈ പച്ച ചെടികളുണ്ട്, അതുപോലെ ചില ധാതുക്കളുണ്ട്, ഇതിൽ നിന്നും പ്രോസസ്സ് ചെയ്തെടുക്കുന്ന മരുന്നുകളാണ്, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മെഡിസിൻസ്. അത് കീപ്പ് ചെയ്യുന്നത് കൂടുതലും സ്പിരിറ്റിലായിരിക്കും. അതിന്റെ 1-2 തുള്ളിയാണ് ആക്ച്വലി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നത്. അതിപ്പോ ഈ പഞ്ചാര മിഠായി എന്ന് പറയുമ്പോൾ ഇപ്പൊ അല്ലാതെ കഴിക്കുമ്പോൾ ഈ പ്രമേഹ രോഗികളിലൊക്കെ അത് പ്രശ്നമാണ്. പ്രമേഹ രോഗികളിൽ മധുരമുള്ള ഗുളികയല്ല, മധുരം ഇല്ലാത്ത ഗുളികയുണ്ട്. ഇപ്പൊ ആട്ടിന്റെ പാലില്ലേ, ആട്ടിന്റെ പാൽ, അതിനകത്ത് മധുരം വളരെ കുറവാണ്. അത് പ്രോസസ്സ് ചെയ്തുണ്ടാക്കുന്ന ഷുഗർ ഓഫ് മിൽക്ക് എന്ന് പറയുന്ന ഒരു പൗഡർ ഉണ്ട്. ആ പൗഡറിലാണ്, ആ പൗഡർ കൊണ്ട് ഉണ്ടാക്കുന്ന ടാബ്ലറ്റ്സ് ഉണ്ട്, അതിന് മധുരമില്ല. ആ ടാബ്ലറ്റ്സിലാണ് പ്രമേഹ രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നത്. അതായത് പ്രമേഹ രോഗികൾ വന്നാലും അല്ലാത്തൊരാൾ വന്നാലും, അതായത് മധുരം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മധുരം ഇല്ലാത്ത തരത്തിലുള്ള വെഹിക്കിൾ മീഡിയത്തിൽ കൊടുക്കും. മധുരം കഴിക്കാവുന്ന ആൾക്കാരാണെങ്കിൽ മധുരമുള്ള ഗുളികയിലും കൊടുക്കാറുണ്ട്. അതായത് മീഡിയം മാത്രമേ മാറുന്നുള്ളൂ, അകത്തുള്ള മരുന്ന് സെയിം ആയിരിക്കും. കണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും പല രീതിയിൽ അപ്പം മാറില്ല, അപ്പോൾ ഒരുപാട് വിഭാഗങ്ങൾ വേണ്ടി വരാറുണ്ട്. ഒരുപാട് വിഭാഗങ്ങളുണ്ട്, മധുരമുള്ള ഗുളിക മാത്രമല്ല. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ കൂടുതലും ആൾക്കാരെ കണ്ടിട്ടുള്ളത് മധുരമുള്ള ഗുളികകൾ മാത്രമാണ്. എന്നാൽ അത് മാത്രമല്ല, വളരെ കയ്പേറിയ, ഞാൻ തന്നെ നാക്കിൽ വെച്ച് കഴിഞ്ഞാൽ അയ്യേ എന്ന് തോന്നുന്ന, നമ്മൾ പിന്നെ എത്ര വെള്ളം കുടിച്ചാൽ പോലും ആ കയ്പ് മാറാത്ത തരത്തിലുള്ള മെഡിസിൻസ് വരെ ഉണ്ട് ഹോമിയോപ്പതിയിൽ. പലർക്കും അറിയില്ല എന്നുള്ളത്. സാധാരണ കേൾക്കുന്ന ഈ പഞ്ചാര, നമുക്ക് പല രോഗങ്ങൾക്കും അത്തരം മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അത് അങ്ങനത്തെ രോഗങ്ങൾക്ക് മാത്രമാണ്. വളരെ ചെറിയ രോഗങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ജലദോഷമൊക്കെ ആയിട്ടോ, പനിയൊക്കെ ആയിട്ടോ, അല്ലെങ്കിൽ ചുമയൊക്കെ ആയിട്ട് ഡോക്ടറെ കാണുന്ന സമയത്ത് മധുരമുള്ള ഗുളിക ആയിരിക്കും തരിക. അതിന്റെ ആവശ്യമേ അവിടെ വരുന്നുള്ളൂ. ഇപ്പൊ വിക്കിപീഡിയ ഒക്കെ നോക്കിയാലേ ഹോമിയോപ്പതി എന്ന് പറയുന്നൊരു സ്യൂഡോ സയൻസ് എന്നാണ് പറയുന്നത്. ശരിക്കും അതിന്റെ പിന്നിലെ ഒരു കാരണം എന്താണ്? ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ്, അതിൻ്റെയാണ് പ്രോബ്ലം. ആക്ച്വലി ഹോമിയോപ്പതി, ഇപ്പം പലരും പറയുന്ന മറ്റൊരു വിമർശനം എന്ന് പറയുന്നത്, മറ്റു പല ലോകരാജ്യങ്ങളിൽ ഹോമിയോപ്പതി നിരോധിച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ലോകത്തുള്ള ഒരു രാജ്യത്തും ഹോമിയോപ്പതി നിരോധിച്ചിട്ടില്ല. എല്ലാ രാജ്യങ്ങളിലും ഹോമിയോപ്പതി ഉണ്ട്. പക്ഷേ ഇൻഷുറൻസ് മേഖലയിൽ ഫണ്ടിങ് ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇല്ല,
ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിൽ ഇൻഷുറൻസ് മേഖലയിൽ ഹോമിയോപ്പതി ഫണ്ട് ചെയ്യപ്പെടുന്നില്ല. മനസ്സിലായി? ഇപ്പം നിങ്ങൾക്ക് ഹോമിയോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയില്ല. ആയുർവേദം തന്നെ ഇപ്പോൾ ഇൻഷുറൻസ് മേഖല വന്നിട്ട് 2-3 വർഷമേ ആവുന്നുള്ളൂ. മനസ്സിലാവുണ്ടോ? അലോപ്പതി മേഖലയിലാണ് അത് നിൽക്കുന്നത്. മനസ്സിലായി? കാരണം അത് കൂടുതലും ഈ കുത്തക ഭീമന്മാർ എന്നൊക്കെ പറയുന്ന വലിയ വലിയ ടീമുകൾ, ബിസിനസ് മാഗ്നറ്റ്സിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഹോമിയോപ്പതിക്കകത്ത് ചികിത്സയ്ക്ക് ചിലവ് കുറവാണ്. അതിനകത്ത് ഇത്രയും കാര്യം, കാരണം ട്രീറ്റ്മെന്റിന് ഇത്രയും ചിലവ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നഷ്ടക്കച്ചവടമാണ്. പക്ഷേ 1 ലക്ഷം രൂപയിൽ മാറുന്ന ഒരസുഖം 1000 രൂപയ്ക്കുള്ള മരുന്നിൽ മാറുമെങ്കിൽ 1 ലക്ഷം രൂപ കൊടുത്ത് ആരെങ്കിലും അങ്ങോട്ടേക്ക് പോകുമോ? ഇല്ല. അതുകൊണ്ട് ഈ ഒരു സിസ്റ്റം നിലനിൽക്കുന്നത് വേറെ പല ഈ പറയുന്ന കുത്തക ഭീമന്മാർക്കും ഭീഷണിയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒതുക്കാനുള്ള പല മാർഗങ്ങളും ഇങ്ങനെ പ്രൊപ്പഗാൻഡയായിട്ട് വിടുന്നത്. ഇത്തരത്തിൽ ഹോമിയോപ്പതിയെ എതിരെയുള്ള ഒരു ഫാൾസ് പ്രൊപ്പഗാൻഡ, വ്യാജ പ്രചരണങ്ങൾ ഏകദേശം 2005 മുതൽ തുടങ്ങിയ, ഈ ലണ്ടനിലാണ് ഇത് തുടങ്ങിയത്. അത് ഇവിടുത്തെ നാട്ടിലുള്ള ആൾക്കാർ ഏറ്റുപിടിച്ചിട്ടുണ്ട്. പണ്ട് ഇവിടുത്തെ എത്തിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം, ഞാനും ഒക്കെ യുക്തിവാദി സംഘങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഗ്രാജ്വലി ഇതെല്ലാം ഹൈജാക്ക് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതിനകത്തുള്ള രീതി മാറിയിട്ട് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇതിനകത്ത് ഈ നമ്മുടെ ഈ വേട്ടമൃഗങ്ങളെ അഴിച്ചുവിട്ട് കടിച്ചു കീറാൻ ഇറങ്ങുന്ന പോലുള്ള ഒരു സൈബർ അറ്റാക്കുകൾ മാത്രമായിട്ട് ഇത്തരം ഗ്രൂപ്പുകൾ മാറിയിട്ടുണ്ട്. ഡോക്ടർ, ഇപ്പൊ നേർപ്പിക്കും തോറും വീര്യം കൂടും എന്ന് പറയുന്ന ഹോമിയോപ്പതിയുടെ അല്ലെങ്കിൽ അതിന്റെ തിയറി, അത് ശാസ്ത്രീയമാണോ? ആക്ച്വലി അങ്ങനെ ഒരു തിയറി ഇല്ല. ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആരും അങ്ങനെ നേർപ്പിക്കും തോറും വീര്യം കൂടുന്നത് അങ്ങനെയല്ല. അത് ആക്ച്വലി പൊട്ടൻറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഈ എത്തിസ്റ്റ് ഗ്രൂപ്പുകൾ കളിയാക്കാൻ വേണ്ടി, അതായത് ഹോമിയോപ്പതിയെ എങ്ങനെയും ജനങ്ങളുടെ മുമ്പ് കളിയാക്കി നശിപ്പിക്കാവുന്ന ഉദ്ദേശത്തിൽ കളിയാക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു കാര്യം മാത്രമാണ്. അങ്ങനെയല്ല, ഹോമിയോപ്പതിക് മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയെ കളിയാക്കുന്നതാണ്, അല്ലാണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുമില്ല. വളരെ സന്തോഷം ഡോക്ടർ, ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സംസാരിച്ചു. താങ്ക് യു.